5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ്ണ യുഗങ്ങളാണ് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ട്രെയിനുകളും ആ ട്രെയിൻ യാത്ര തന്നെ ദുരിതവും, പറയുന്നതിനേക്കാൾ എത്രയോ മണിക്കൂറുകൾ ലേറ്റാവുന്ന ട്രെയിനും, ആളുകളുടെ എല്ലാ ജീവിത രീതികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന മോശപ്പെടുത്തുന്ന ഒരു റെയിൽവേ സംവിധാനമാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ റെയിൽവേ വിറ്റ് തുലയ്ക്കും, മോഡി സർക്കാർ ഇതാ റെയിൽവേ വിറ്റ് തുലയ്ക്കാൻ പോകുന്നു, ഓഹരികളെല്ലാം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞ് വലിയ ആക്ഷേപമാണ് ഒന്നാം മോഡി സർക്കാർ കേട്ടത്. എന്നാൽ അശ്വനി വൈഷ്ണവ് എന്ന റിട്ടയേർഡ് IAS വെച്ചുകൊണ്ട് മൂന്നാം മോഡി സർക്കാരിൻ്റെ കാലഘട്ടമാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേ വലിയ സുവർണ്ണ യുഗത്തിലേക്കാണ് കയറുന്നത്. ഇപ്പോഴിതാ ജപ്പാനിൽ നിന്ന് ഷിങ്കാട്സൻ എന്ന് പറയുന്ന ഒരു ട്രെയിൻ സീരീസ് E3 E2 എന്നൊക്കെ പറയുന്ന 320 കിലോമീറ്റർ വേഗത്തിൽ, മണിക്കൂറിൽ 320 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ആ ട്രെയിൻ വന്നാൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് എത്താം. ഇവിടെ 560 കിലോമീറ്ററിലേ ഉള്ളൂ, 1.5 മണിക്കൂർ വേണ്ട, 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് എത്താം. അത്രയ്ക്ക് മനോഹരമായ ബുള്ളറ്റ് ട്രെയിൻ മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഓടാൻ തയ്യാറെടുക്കുന്നു. 560 കിലോമീറ്റർ ദൂരം മുംബൈയിൽ നിന്ന് അഹമ്മദാബാദ്, ഗുജറാത്തിലേക്ക് ഇന്ത്യയുടെ എല്ലാ തീരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവതരമായി ഇന്ത്യയുടെ മധ്യ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് വടക്കേ ഇന്ത്യ, ഗുജറാത്ത് വരെ അഹമ്മദാബാദ് വരെ പോകാൻ കഴിയുന്ന മനോഹരമായ 560 കിലോമീറ്റർ ദൂരത്തിലുള്ള പാത റെഡിയായി കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതുപോലെ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിലോടുന്ന ട്രെയിൻ, അതിൻ്റെ ട്രയൽ റൺ ജപ്പാനിൽ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ അടുത്ത മാസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ അത് ഓടിത്തുടങ്ങും. ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ്ണ യുഗം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതും നല്ല രസകരമാണ്. 2026 അടുത്ത വർഷത്തോടുകൂടി 280 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 280 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ കണക്ക് വെച്ച് പറയാൻ എളുപ്പമാണ്. 280 ആകുമ്പോൾ 560, 2 മണിക്കൂർ വേണം. 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ എത്താൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുവാനുള്ള വലിയ ശ്രമമാണ്. ജപ്പാനും ഫ്രാൻസും ചൈനയുമാണ് ബുള്ളറ്റ് ട്രെയിനിൽ ലോകത്ത് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. അതിനെ കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മേക്കിംഗ് ഇന്ത്യയിൽ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കിയത് ഒരു വശത്ത് നടന്നെങ്കിൽ മറുവശത്ത് ട്രെയിനിൻ്റെ ബോഗികൾ എല്ലാം ഉണ്ടാക്കാനുള്ള സംവിധാനം വന്ദേ ഭാരത് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിനും കിട്ടിയിട്ടുണ്ട് വന്ദേ ഭാരത്. വന്ദേ ഭാരത് വന്നതിന് ശേഷം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിൽ വന്ദേ ഭാരത് മോഡലിലുള്ള ട്രെയിനുകൾ ഉണ്ടാക്കാനുള്ള ഓഫറുകളും പിന്നെ അത് ഇവിടെ നിന്ന് വാങ്ങാനുള്ള കൊട്ടേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വരുന്നു. ജപ്പാനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും മനോഹരമായ കാര്യം ഹൈഡ്രജൻ ട്രെയിനുകൾ ഉണ്ടാക്കുവാനും ഇന്ത്യ മുന്നിലേക്ക് പോകുന്നു. ഹൈഡ്രജൻ ട്രെയിനുകൾ ഉണ്ടാക്കുന്ന ലോകത്തിലെ അപൂർവ രാജ്യങ്ങളിൽ പെടുന്നതാണ് ചൈനയും ജപ്പാനും ഒക്കെ. അതിനെ കൂടി കവച്ചു വയ്ക്കുന്ന സാങ്കേതിക വിദ്യയിൽ ഒന്നാമതായി മാറാൻ കഴിയുന്ന രീതിയിൽ രാജ്യം മേക്ക് ഇൻ ഇന്ത്യയിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നു. റെയിൽവേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറായി റെയിൽവേയുണ്ട്. കിടപിടിക്കത്തക്ക രീതിയിൽ 56,000 കിലോമീറ്റർ റോഡ് പണിതുകൊണ്ട് നിതിൻ ഗഡ്കരിയും കൂടെ ഉണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിൽ. എന്നാലും റെയിൽവേയുടെ നിർമ്മാണം ഒരു നല്ല വേറിട്ടൊരു വിസ്മയം തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരന് പോലും യാത്ര ചെയ്യാൻ കഴിയുന്ന, വളരെ വേഗത്തിലെത്താൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിനുകളും ഹൈഡ്രജൻ ട്രെയിനുകളുമൊക്കെ വരുന്നുവെന്ന് കേൾക്കുന്നത് വലിയ ആവേശമാണ്. എന്തായാലും റെയിൽവേയുടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനവും മുന്നോട്ട് തന്നെ. വളരെ ഗൗരവമായ രീതിയിൽ ഇപ്പോഴിതാ ജപ്പാനിൽ നിന്ന് ട്രയൽ റൺ ആരംഭിച്ച ട്രെയിൻ ഉടൻ തന്നെ ഇന്ത്യയിലെത്തും. അത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ് ഓടിത്തുടങ്ങുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ദേ ഭാരതിൻ്റെ വിവിധ വേർഷനുകൾ വരുന്നു. പിന്നെ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കാൻ 2020 ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 250 കിലോമീറ്റർ പെർ അവറിൽ ഓടുന്ന ട്രെയിനുകൾ ഉണ്ടാക്കുന്നു. ഹൈഡ്രജൻ ട്രെയിനുകളുടെയും പാതയിലാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ മനോഹരമായ രീതിയിൽ വളരെ ലോകത്തിലെ ഏത് റെയിൽവേ സംവിധാനങ്ങളോടുകൂടി കിടപിടിക്കുന്ന റെയിൽവേ ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ മെട്രോ നമുക്കറിയാം, കൊച്ചി മെട്രോ, ഡൽഹി മെട്രോ, ബോംബെ മെട്രോ, കൽക്കട്ട മെട്രോ എന്നൊക്കെ പറഞ്ഞ് മെട്രോ ട്രെയിനുകൾ വലിയൊരു ആവേശമാണ്, ആകർഷകമാണ്. അതുപോലെ തന്നെ ഇതാ മോണോ റെയിലുകൾ വരുന്നു. വളരെ നല്ല രീതിയിൽ റെയിൽവേ സംവിധാനത്തെ മികച്ചതാക്കി ലോകോത്തര റെയിൽവേ ആക്കി മാറ്റുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏതൊരു ഭാരതീയനും കേരളീയനും അഭിമാനം തോന്നാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ജപ്പാനിൽ ഇപ്പോൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ, ആ ബുള്ളറ്റ് ട്രെയിനുകൾ വളരെ വേഗം ഭാരതത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കൂകിപ്പായും തീവണ്ടിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. ഇപ്പോൾ കൂകുകയൊന്നുമില്ല, കാരണം ഇലക്ട്രിക് വണ്ടികളാണ് കൂടുതലുണ്ട്. കൂകിപ്പാകുകയൊന്നുമില്ല. എന്നായാലും വളരെ സ്പീഡിൽ മുംബൈയിലുള്ള ആളുകൾക്ക് അഹമ്മദാബാദിലേക്കും അഹമ്മദാബാദിലുള്ളവർക്ക് മുംബൈയിലേക്കും വരാൻ കഴിയുന്ന രീതിയിൽ 560 കിലോമീറ്റർ ദൂരത്തിന് 1.5 മണിക്കൂർ കണ്ട് എത്തുന്ന രീതിയിലുള്ള
അത് ഫ്ലൈറ്റിനേക്കാൾ വേഗത്തിലെത്തുന്ന രീതിയിലുള്ള മനോഹരമായ റെയിൽവേ ട്രാക്കുകൾ വരുന്നത് വലിയ ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇത്തരത്തിലുള്ള പാതകളൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.